ഹായ്, ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാങ്കിൽ നിന്ന് വായ്പകൾ എടുക്കുമ്പോൾ പലപ്പോഴും ഈ വായ്പയ്ക്ക് ഈടായി നമ്മുടെ സ്ഥലമോ മറ്റു വസ്തുക്കളോ വീടോ ഫ്ലാറ്റോ എല്ലാം നമ്മൾ ഈടായി നൽകാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാവാം ഈടായി നൽകാറുണ്ട്. ഈ ഈട് വസ്തുക്കൾ വായ്പ അവസാനിപ്പിച്ചാൽ ഉടനെ തന്നെ ബാങ്കുകളാവട്ടെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളാവട്ടെ നമുക്ക് തിരിച്ചു തരേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ വായ്പയെല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പരമാവധി 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ വസ്തുവിൻ്റെ ആധാരമോ മറ്റു രീതിയിൽ നമ്മൾ ഈട് കൊടുത്തിരിക്കുന്ന മറ്റു വസ്തുക്കളോ ഏതോ ആവട്ടെ അത് ഇടപാടുകാർക്ക് ബാങ്കുകൾ തിരിച്ചു തരേണ്ടതാണ്. ഇതിന് പരമാവധി കൊടുത്തിരിക്കുന്ന സമയം 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ ഈ ആധാരമോ മറ്റു വസ്തുക്കളോ നമുക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും കാലതാമസത്തിനും 5000 രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കുവാൻ ഇടപാടുകാരന് അർഹതയുണ്ട്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമത്തിലുള്ളതാണ്. അതുകൊണ്ട് തക്കതായ കാരണങ്ങളില്ലാതെ ബാങ്കിൽ ഈട് നൽകിയിരിക്കുന്ന ആധാരമോ മറ്റു വസ്തുക്കളോ വായ്പ പൂർണ്ണമായും അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അതിന് 5000 രൂപ വീതം ഓരോ ദിവസത്തെ കാലതാമസത്തിനും നഷ്ടപരിഹാരം അടക്കം തരുവാൻ ബാങ്കിന് ഉത്തരവാദിത്തമുണ്ട്. ചില അവസരങ്ങളിൽ ഈ ആധാരം അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ കേടുപാടുകളുടെ നികത്തി തരാനുള്ള ഉത്തരവാദിത്വവും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. വളരെ അപൂർവമായി ചില അവസരങ്ങളിൽ ബാങ്കിൽ നൽകിയിരിക്കുന്ന ആധാരം കാണുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ബാങ്കിൻ്റെ കസ്റ്റഡിയിലിരിക്കെ അത് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഒരു ആധാരം ഉണ്ടാക്കി തരാനുള്ള നടപടിക്രമങ്ങളും അത് സംബന്ധിച്ച ചിലവുകളും എല്ലാം തന്നെ ബാങ്ക് വഹിച്ച് ചെയ്യേണ്ടതാണ്. ഇതിലെല്ലാം ഉണ്ടാകുന്ന മറ്റു കാലതാമസമോ ഇടപാടുകാർക്കുള്ള മാനസിക വിഷമമോ ബുദ്ധിമുട്ടുകളോ ചെലവുകളോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു കഷ്ടനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ആധാരം നമുക്ക് പുതിയൊരു ആധാരം തയ്യാറാക്കി തരുന്നത് കൂടാതെ ഇത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും മാനസിക വിഷമത്തിനുമുള്ള നഷ്ടപരിഹാരം വേറെയും ലഭിക്കാൻ ഇടപാടുകാർക്ക് അർഹതയുണ്ട്. ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ അടുത്ത എപ്പിസോഡുമായി അടുത്ത തവണ കാണാം. താങ്ക് യു വെരി മച്ച്.